എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് മക്കളെ പാലക്കാടൻ പൊള്ളമുളക്. ഇത് പാലക്കാട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പോൾ ഒക്കെ ഇത് എല്ലാവിടെയും കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ല. മുമ്പ് ഇത് പാലക്കാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ഇത് പാലക്കാട് നിന്നാണ് കണ്ടത്. ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയ രൂപം എന്ന് പറയാം. എന്നാൽ ഒട്ടും തന്നെ എരിവുണ്ടായിരുന്നില്ല. ഇപ്പൊ കിട്ടുന്ന പൊള്ളമുളകിന് കുറച്ച് എരിവൊക്കെ ഉണ്ട്. മുമ്പാണെങ്കിൽ ഈ പൊള്ളമുളക് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ എരിവുണ്ടായിരുന്നില്ല. ഈ ഒരു പൊള്ളമുളക് വഴറ്റിയത് മതി നമുക്ക് ചോറുണ്ണാൻ. ഇതിന്റെ കൂടെ തൈര് ഇഷ്ടമുള്ളവർക്ക് തൈരോ അല്ലെങ്കിൽ വെറും ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പൊള്ളമുളക്. ഈ മുളക് ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഈ പൊള്ളമുളക് എടുത്തു വെച്ച് അത് പഴുത്ത ശേഷം അതിന്റെ വിത്ത് ഇട്ടിട്ട് അത് തയ്യാക്കി അതിൽ ഇപ്പോൾ അത് വലുതായിട്ട് അതിനകത്ത് കായ ഉണ്ടായിട്ടുണ്ട്, മുളക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഒരു മുളക് കിട്ടാറുണ്ടായിരുന്നില്ല. എന്നിട്ട് പാലക്കാട് നിന്ന് ഇത് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ വിത്തിട്ടിട്ട് മുളക് തൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലും കായ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടാവുന്ന കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആ ഒരു മുളകിൻ്റെ വലിപ്പം തന്നെ കിട്ടുന്നില്ല. കുറച്ചും കൂടെ ചെറുതാണ്. ഇനി വളത്തിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അറിയില്ല. അത്രയും ഒരു വലിപ്പത്തിലുള്ള കായ ഉണ്ടാവുന്നില്ല. ഇത് ഇവിടെ ബാൽക്കണിയിൽ ഉണ്ടാക്കിയ മുളകാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം പൊള്ളമുളക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കീറുക. മുഴുവനായിട്ട് കീറണ്ട, ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു വെച്ചാൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ് നിറയ്ക്കണം. ഉപ്പ് നിറച്ചിട്ട് മാത്രമല്ലാണ്ട് പുളിവെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ പുളിവെള്ളം നിറച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. എനിക്ക് അതത്ര ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഉപ്പ് നിറച്ചിട്ടാണ് ഇഷ്ടം. ഈ ഒരു പൊള്ളമുളകിൻ്റെ ഓർമ്മ വെച്ചിട്ട് എരിവില്ലാത്ത മുളക് ഇവിടുന്ന് കിട്ടുമ്പോൾ ഇതുപോലെ കീറിയിട്ട് ഉപ്പ് നിറച്ച് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അതും ടേസ്റ്റാണ്. അതിൽ തൈര് ഒഴിക്കുന്നതും അങ്ങനത്തെ ഒക്കെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്ന് കിട്ടുന്ന എരിവില്ലാത്ത മുളകാണ്, ഈ പൊള്ളമുളകല്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതിൽ കൊടുക്കാം. ഈ ഒരു മുളക് എല്ലാ കാലത്തൊന്നും കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ മുളക് പച്ചടി ഉണ്ടാക്കാൻ പറ്റും, സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ എല്ലാ മുളകും കീറി അതിനകത്ത് ഉപ്പ് നിറച്ചിട്ട് അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോ എന്തിലെങ്കിലും എണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഉപ്പ് നിറച്ച് വെച്ച മുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം തുറന്ന് അത് ഒന്ന് മറച്ചിടാം. എന്നിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ആക്കിയെടുക്കാം. ഈ മുളക് ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇവിടെ ബാൽക്കണിയിൽ ഈ മുളക് ഉണ്ടായ സമയത്താണ് എനിക്ക് ഈ ഒരു വീഡിയോ ഓർമ്മ വന്നത്. അപ്പം അങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാം മറച്ചിട്ട ശേഷം അതൊന്നുകൂടെ നന്നായിട്ട് ആക്കിയെടുക്കാം. ഇത് പാലക്കാട് അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമോന്നോ അതേപോലെ ഇങ്ങനെയൊരു റെസിപ്പി നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് വാട്ടിയെടുത്ത ശേഷം ഈ ഒരു ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ട്. ഇത് പാലക്കാടുകാർക്കൊരു പ്രത്യേക നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇപ്പം ബാക്കി എല്ലാവർക്കും ഇത് അങ്ങനെ ഇഷ്ടപ്പെടുമെന്നുള്ളത് അറിയില്ല. എനിക്കെന്തായാലും ഇത് കഴിച്ച ശേഷം നല്ല ഇഷ്ടമായി. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ടുപോയിട്ട് അവിടെ അവരുണ്ടാക്കിയിരുന്നു. അവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുമ്പൊക്കെയാണ് ഇതിന് ഒട്ടും എരിവുണ്ടായിരുന്നില്ല. ഇപ്പം കിട്ടുന്നതൊക്കെ അത്യാവശ്യം എരിവുള്ള പൊള്ളമുളകാണ്. ആ എരിവ് ചോറിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് അധികമായിട്ടിട്ട് തോന്നുന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.